അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കോട്ടയം തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തുറന്നു. യാത്രക്കാർക്ക് കയറി നിൽക്കാൻ കാത്തിരിപ്പ് കേന്ദ്രമോ പ്രാഥമികാവശ്യം നിർവഹിക്കാൻ ശൗചാലയമോ ഇവിടെയില്ല. നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതോടെയാണ് തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചത്. 9 മാസങ്ങൾക്ക് ശേഷം യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെയാണ് ബസ് സ്റ്റാൻഡ് വീണ്ടും തുറന്നത്. മഴ വന്നാൽ ചെളിയും വെയിൽ വന്നാൽ പൊടിപടലവും രൂക്ഷമാണ് ഇവിടെ. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ കയറി നിൽക്കാൻ യാത്രക്കാർക്ക് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടില്ല. കോട്ടയം നഗരസഭയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ 2023 ജൂലൈ മാസം ഈ മുനിസിപ്പൽ ഷോപ്പിംഗ് തിരുനക്കര ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചതാണ്. അതിനുശേഷം ഏതാണ്ട് 1 വർഷത്തോളമായി ബസ് അതിലേ പോകുന്നില്ല. മറ്റ് പല സ്ഥലങ്ങളിൽ കൂടി പോകുന്നു. യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കൗൺസിൽ പല പ്രാവശ്യം ഇത് താൽക്കാലികമായിട്ട് ബസ് അതിലേക്ക് കടത്തിവിടാനും ഈ കെട്ടിടത്തിൻ്റെ DPRO മറ്റോ തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നിടം വരെ ഈ ബസ് പോകുന്നതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് കൗൺസിൽ പലവട്ടം പ്രതിപക്ഷം ശക്തമായിട്ട് ആവശ്യപ്പെട്ട, പക്ഷേ അതിനൊരു അനുകൂലമായ സമീപനം ഈ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് DYFI ഇന്നലെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ബസ് വേ നിർമ്മിക്കണമെന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയും ഉത്തരവിട്ടെങ്കിലും അതും നടപ്പായില്ല. സ്റ്റാൻഡിൽ ആകെയുള്ളത് തിരുനക്കര ബസ് സ്റ്റാൻഡ് എന്ന ബോർഡ് മാത്രമാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.